മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ചാളക്കാട് മടന്തക്കോട് കവുങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അർച്ചന രവീന്ദ്രൻ ചേരുന്നു. നമുക്കൊപ്പം അർച്ചന രവീന്ദ്രൻ, പുലി തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. കെണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ പുലി പിടികൂടാൻ കഴിയുമോ? തുരങ്കത്തിന്റെ മറുഭാഗമുണ്ടോ? അതുവഴി പുലി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ അർച്ചന? അരുൺ, RRP സംഘം പുലിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വെറ്റിനറി ഡോക്ടർമാർ വരേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ മാനന്തവാടിയിൽ നിന്നും വെറ്റിനറി ഡോക്ടർമാർ വരേണ്ടതുണ്ട്. തുടർന്നാണ് മയക്കുവെടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ച് ഇത്തരത്തിൽ പുലിയെ പിടിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ പുലിയെ പറമ്പിൽ കണ്ടത്. ചാളക്കാട് മടന്തക്കോട് കവിങ്ങിൻ തോട്ടത്തിലാണ്, സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കാണുന്നത്. പ്രദേശവാസികൾ പുലിയുടെ ഗർജനം കേട്ടാണ് ആ സ്ഥലത്തേക്ക് എത്തുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങിയ കാര്യം അവർ അറിയുന്നത്. എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകളെല്ലാം നടക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് പുലിയുടെ ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന പ്രദേശമാണ്. അതായത് ആടിനെ, പട്ടിയെ, വീട്ടിൽ വളർത്തുന്ന പല ജന്തുക്കളെയും ഈ ഒരു ഇത്തരത്തിൽ പുലി ആക്രമിക്കാറുണ്ട് എന്നുള്ളത് അവിടെയുള്ള നാട്ടുകാരടക്കം പറയുന്നുണ്ട്. അത്തരത്തിൽ 3 കൂടടക്കം പുലിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കൂടുകളിലൊന്നും പുലി കുടുങ്ങിയില്ല. പകരം ഒരു തുരങ്കത്തിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിട്ടുള്ളത്. എന്തായാലും വനം വകുപ്പ് അധികൃതർ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് കേന്ദ്രത്തിൽ. എന്തായാലും ഇനി വെറ്റിനറി ഡോക്ടർ അടക്കം സ്ഥലത്തെത്തി എന്തായാലും ഇനി മയക്കുവെടി ഉൾപ്പെടെ വെക്കാനാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ഇന്ന് രാത്രിയോടെ പുലിയെ തുരങ്കത്തിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. മരു ഓക്കെ, അർച്ചന എന്തായാലും അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്പസമയത്തിനുള്ളിൽ നമുക്ക് അവിടെ നിന്നും തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.